ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് ഇപ്പോൾ ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഭയങ്കര അധികമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. സോ നിങ്ങളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെ പെയ്തോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ രാത്രിയൊക്കെ ഷീറ്റ് പൊളിയുന്ന പോലെ ഭയങ്കര ശബ്ദത്തിലൊക്കെയാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. സോ കാലവർഷം ഈസ് ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ 3-4 ദിവസമായിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. സോ നിങ്ങളവിടെ എന്താ അവസ്ഥ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, ഞാനൊരു പൂവ് കാണിച്ചാൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ. സോ ഞാൻ ഈ കാണുന്നതാണ്, ഇവിടെ താഴത്ത് കാണുന്നതാണ് പൂവ്. സോ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചാൽ കേട്ടോ. ഗൈസ്റ്റേ, ഇത് എന്ത് പൂവാന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇന്നലെ മൊത്തം എല്ലാം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് വരുന്ന മാത്രമേ ബാക്കിയൊക്കെ മഴ പെയ്തപ്പോൾ ചീഞ്ഞ് താഴത്തേക്ക്. സോ ഗൈസ്, അത് ഏത് ചെടിയുടെ പൂവാണെന്നോ ആ പൂവിൻ്റെ പേര് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് പിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ഈ വീഡിയോ പോകുന്തോറും ഓരോരോ സ്പോട്ടിലായിട്ട് ഇതിനുള്ള ക്ലൂസ് ഞാൻ തരുന്നതായിരിക്കും. സോ ആ ക്ലൂസ് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ വ്ളോഗ് തീരും മുമ്പ് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വ്ളോഗിൻ്റെ ലാസ്റ്റിൽ ഞാൻ അത് ഏത് പൂവാന്നുള്ളത് പറയുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ 2-3 വീഡിയോ മുമ്പ് നമ്മളെ കോവൽ തണ്ടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ നട്ട കോവൽ തണ്ട് മുള പൊട്ടി ഇത്രയും ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനി വള്ളി കെട്ടി കൊടുത്തതിന് അത് അങ്ങോട്ട് പടർന്ന് കയറിക്കോളും. പിന്നെ ഇപ്പുറത്തെ മുള ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ ഇവിടെ 2 ഇതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതും അതേ ഇവിടെ ഒരു മുള വന്നിട്ടുണ്ട്, ഇവിടെ ഒരു മുള വന്നിട്ടുണ്ട്. നമ്മൾ എന്താണായിട്ട് ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു മുള വന്നിട്ടുണ്ട്, ഇവിടെയും മുള വന്നിട്ടുണ്ട് 2 സ്ഥലത്തായിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടുന്ന് ഒരു പയർ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട്, ഒരു പയർ മുളച്ച് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ അന്ന് കോവൽ കുത്തിയതിന് ശേഷം ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ. സോ അതിന് ശേഷം നമ്മളത് ഇവിടെ ഒരു ഡ്രമ്മിലൂടെയും നമ്മൾ ഇട്ടിട്ടുണ്ടായി കണ്ടോ. ഈ ഒരു ഡ്രമ്മിലും നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുള വരണം. മൊത്തം നമ്മളത് ഈ ഒരു പന്തൽ മൊത്തം നമ്മൾ കോവലുകൊണ്ട് നിറയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. സംഭവം അടിപൊളിയായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ കാണിച്ച പൂവിൻ്റെ ഒരു ക്ലൂവും കൂടി തരാം. ഈ പൂവിനെ കുറിച്ച് നമ്മുടെ ആട് സിനിമയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആട് 2-ലല്ല, ആട് ഫസ്റ്റ് പാർട്ടിൽ മെൻഷൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയോന്ന് നിങ്ങൾ നോക്കുക. കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഒരു അടിപൊളിയും കൂടി ക്ലൂവും കൂടി ഞാൻ ഇതിന് ശേഷം വീഡിയോ തുടരുമ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അജാക്സിനെ കൊണ്ടുവിടുന്നത് കാണിച്ചു. സോ ഇന്ന് കൊണ്ടുവിടുന്നത് എടുക്കാൻ പറ്റിയില്ല. സോ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അജാക്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകാനാണ്. സോ ഇന്ന് ശനിയാഴ്ച ആയിട്ടും അവർക്ക് ക്ലാസ് ഉണ്ട്. സോ തിരിച്ചു കൊണ്ടുവരാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവനെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അജാക്സിനെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ എന്തോ കടി മമ്മി ഉണ്ടാക്കണുണ്ട്. സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണുണ്ട്. സോ എന്താ നമുക്ക് പോയി നോക്കാം ഗൈസ്. എന്താ റെഡിയാക്കിയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ചിക്കൻ ഡ്രം സ്റ്റിക്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫ്രോസൺ മേടിച്ചിട്ട് മമ്മി ഇത് ഫ്രൈ ചെയ്തെടുത്തേക്കാണ്. സോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു തിന്നാനായിട്ട്. സോ തിന്നുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ചായ അല്ല, നമുക്ക് ഇന്ന് ചുക്ക് കാപ്പിയാണ്. കാരണം ഇവിടെ എല്ലാവർക്കും ജലദോഷം പിടിച്ചേക്കാണ്. മമ്മിക്കൊക്കെ ജലദോഷം ആയതുകൊണ്ട് ഞാനും കഷ്ടപ്പെട്ട് ചുക്ക് കാപ്പി കുടിക്കുന്ന അവസ്ഥയാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്, കഴിച്ചോ കേട്ടോ. നല്ല സൂപ്പർ ജ്യൂസി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ഹണീൻ്റെ ടേസ്റ്റൊക്കെ കയറി അടിപൊളിയായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൊതിയാവണുണ്ടാകും കണ്ടിട്ട്. നമ്മുടെ കടകളിലൊക്കെ പോയാൽ ഈ വെങ്കീസിൻ്റെ പിന്നെ വേറെ ഏതോ ബ്രാൻഡിൻ്റെ ഒരു ബ്ലൂ കളറൊക്കെ ആയിട്ട് അവിടെയൊക്കെ കിട്ടും. സോ പറ്റാണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലൂ തരാം. സോ നെക്സ്റ്റ് ക്ലൂ നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്ക്. നാട്ടുകാർ മുഴുവൻ പറയുന്നതേ ചേട്ടന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം അപ്പനപ്പന്മാരെ കാലം തൊട്ട് കൈ വെച്ചേക്കുന്ന നീലക്കൊടുവിൽ കൊണ്ട് കൂടോത്രം ചെയ്തോണ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാർക്ക് വലിയ വിലയൊന്നുമില്ല. നമ്മൾ വെച്ച ചീരക്കുട്ടന്മാരത് ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കണുണ്ടോ. നമ്മൾ എത്ര ചെറിയ തൈയായിട്ട് വെച്ചത് ഇപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പൊങ്ങി ഹൈറ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവരിൽ കുറച്ച് പേര് നമ്മൾ ഇന്നലെ വൈകിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മേലെ കാര്യങ്ങളൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. സോ
നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ചെറിയ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാൻ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് തോരൻ വെക്കാനുള്ള ചീര കിട്ടുന്നതാണ്. സോ ചീര വിത്ത് കിട്ടാനായിട്ട് വലിയ പണിയൊന്നുമില്ല. ഒരു പാക്കറ്റ് മേടിച്ചാൽ അത് ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടുകയാണ്. പിന്നെ ഈ ചീര തന്നെ അതിനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിന് തന്നെ വീണ്ടും വിത്തെടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് കുമ്പള തൈകളാണ്. സോ ഇത് തനി തന്നെ മുളച്ച് വന്നതാണ്. സോ മുകളിൽ ഒരു ഗ്രോ ബാഗിൽ നിറച്ചിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. സോ അവിടെ വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് നെറ്റിൽ കയറ്റിയാലും താങ്ങത്തില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ താഴ്ത്ത് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഈ ഒരു ജാതിമ കയറി പോയിട്ട് നമുക്ക് ഉണ്ടായി കിട്ടും. സോ മുമ്പ് ഇതുവരെയുള്ള നമ്മൾ വെച്ചിട്ട് കുറേ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. സോ ഇതൊന്ന് വെച്ച് കൊടുക്കും. നമ്മളെല്ലാവരെയും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാവരെയും സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ ചവറൊക്കെ അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇവരെ കയറ്റി വിടാനായിട്ട് നമുക്കിനി വലുതാകുമ്പോൾ വള്ളി കെട്ടി കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ഒരു പൂവെന്ന് പറയുന്നത് നീല കൊടുവേലി എന്ന് പറഞ്ഞുള്ള പൂവാണ്. സോ നിങ്ങൾക്ക് ആ ആടിലത്തെ സീൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ കമൻറ്റ് സെക്ഷൻ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യം തന്നെ ഗസ് ചെയ്തവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഗ്രേറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് മാത്രം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. സോ ഇത്രയുള്ളവരുടെ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ശുഭദിനം.